സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക 3n² + 5n. ശ്രേണിയിലെ m-ാം പദം 164. m-ൻ്റെ വില എത്ര? സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് പ്രോഗ്രഷനാണ്. ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് തന്നിട്ടുണ്ട്. Sn എത്രയാണ്? 3n² + 5n. നമുക്ക് n-ന് 1 എന്ന് വില കൊടുക്കുക. Sn എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഇപ്പോൾ S1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു പദത്തിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഒരു പദമായിട്ട് തുക കാണാൻ പറ്റില്ല. അപ്പോൾ അത് 1-ാം പദമാണ് T1. n-ന് 1 വില കൊടുക്കുക. 3 × 1² + 5 × 1. 1ൻ്റെ സ്ക്വയർ 1, ഒരു 3 3 പ്ലസ് ഒരു 5 5 3 5 8. ഇത് നമുക്ക് T1 കിട്ടി. S1 എന്ന് പറഞ്ഞാൽ T1 ആണ് 8. S2 ആണ്. S2 പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 2 പദങ്ങളുടെ തുക, അതായത് T1 + T2. n-ന് 2 എന്ന് വില കൊടുക്കുക. 3 × 2² + 5 × 2. 2² 4, 4 3 12 പ്ലസ് 2 10 കൂട്ടിയ 22. ആദ്യം കിട്ടിയത് T1 മാത്രമാണ്. അടുത്തത് T1ഉം T2ഉം കൂടി ചേർന്നതാണ്. അപ്പോൾ ഇത് T2 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തേന്ന് ആദ്യത്തെ കുറച്ചാൽ മതി അല്ലേ? T2 കിട്ടാൻ S2 ന്ന് S1 കുറയ്ക്കുക. 22 നെട്ട് കുറച്ചാൽ 14. ഇനി D പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാൻ T2 - T1. T2 ഇപ്പോൾ കിട്ടി 14 കുറയ്ക്കണം. T1 എത്ര? 8. 14 നെട്ട് കുറച്ച് 6. അപ്പം നമുക്ക് പൊതുവ്യത്യാസം കാണാനാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്തത്. ഈ പൊതുവ്യത്യാസം കാണാൻ ഇതല്ലാതെ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ആദ്യത്തെ n പദങ്ങളുടെ തുക തന്നിരുന്നാൽ പൊതുവ്യത്യാസം കാണാൻ നമുക്ക് n² ഉണ്ടല്ലോ, അതിൻ്റെ ഗുണോത്തരത്തിൻ്റെ ഇരട്ടി എടുത്താൽ മതി. n²ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണോ അതിൻ്റെ ഇരട്ടി എടുക്കുക. ഇവിടെ n² ഗുണോത്തരം 3 ആണ്, അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ എളുപ്പ വഴി എന്താ? n² ഗുണോത്തരത്തിൻ്റെ ഇരട്ടി, അതായത് 3 2 6 എന്ന് കിട്ടി. ഇനി നമുക്ക് m-ാം പദം കാണുന്ന സൂത്രമാക്കി എഴുതുക. Tm = a + m - 1 × d. വില കൊടുക്കുക. a എന്ന് പറഞ്ഞാൽ ആദ്യ പദം. എത്രയാണ് ആദ്യ പദം? നമുക്ക് കിട്ടിയിട്ടുണ്ട് 8 ആണ്. 8 പ്ലസ് m - 1. m ആണ് അറിയാത്ത. m - 1 × d ഇപ്പോൾ കിട്ടി 6 സമം m-ാം പദം 164 ചോദ്യത്തിൽ നിന്നുണ്ട്. 164. ഇതിന്ന് 8 ആദ്യം നമ്മൾ അങ്ങോട്ട് കൊണ്ടു വലത്തോട്ട്, അപ്പോൾ കുറയ്ക്കണം എന്നാവും. അപ്പോൾ m - 1 × 6 = 164 - 8. m - 1 × 6 ഇത് കുറയ്ക്കുമ്പോൾ 156. ഇതിന്ന് × 6 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ /6 ആവും. അപ്പോൾ m - 1 = 156/6 ഹരിക്കും 26. ഇത് m - 1 ആണ്. അപ്പോൾ m കാണാൻ -1 അങ്ങോട്ട് എടുക്കുമ്പോൾ +1. m = 26 + 1 ഉത്തരം 27.